സുഹൃത്തുക്കളെ നമസ്കാരം. വിന്നേഴ്സ് ഓൺലൈൻ ഹണി അറിവിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭാഗം 3, ഹണി എങ്ങനെ ഉപയോഗിക്കണം. നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും തന്നെ തേൻ കഴിക്കുന്ന ആൾക്കാരാണ്, കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, കഴിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ അത് കഴിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പലവർക്കും അതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള നമുക്ക് ഉണ്ടാകാവുന്ന ഗുണകരമായിട്ടുള്ള ഒരു സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയുണ്ട്. അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ചെറു ചൂടുവെള്ളത്തിൽ, നന്നായിട്ട് തിളച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കരുത്. ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ചെറുനാരങ്ങ നീരും തേനും കൂട്ടിച്ചേർത്ത് നമുക്ക് രാവിലെയോ വൈകിട്ടോ 2-3 നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് വരും എപ്പിസോഡുകളിൽ നമുക്ക് പറയാം. ലെമണിൽ നമുക്ക് കഴിക്കാം. പിന്നെ ജിഞ്ചർ പൗഡർ ഉണ്ടെങ്കിൽ, ഇഞ്ചിപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കാം. അപ്പോൾ തുളസി പൗഡർ, മിൽക്ക് ഷേക്ക്, ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ട് കഴിക്കാം. ഈ രീതിയിലൊക്കെ നമുക്ക്, അതുപോലെ തന്നെ പൗഡറുകൾ, ഏതെല്ലാം പൗഡറുകൾ ഉണ്ടെങ്കിൽ ആ പൗഡറുകളിലൊക്കെ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി 2-3 മിനിറ്റ് സമയം വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. 2-3 മിനിറ്റ് സമയം വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു കാരണവശാലും 1 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. 1 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക്, പ്രായമുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയാണ്: ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് കഴിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ അറിവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.